നമ്മൾ അരുവിക്കുഴി വ്യൂ പോയിന്റ് വന്നേക്കാം കേട്ടോ. ചെല്ലാർകോവിലിൽ നിന്ന് തന്നെ ഒരു കുമ്പളി പോകുന്ന റൂട്ടിൽ ഒരു 100 മീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അല്ലെങ്കിൽ ഏറി വരുമ്പോൾ നമ്മൾ അരുവിക്കുഴി വ്യൂ പോയിന്റ് വരും. ഇവിടെ നിന്ന് കണ്ടു നോക്കാം അല്ലേ. ഇത് DTPCയുടെ അണ്ടറിലുള്ള ഒരു സ്ഥലമാണ്. ഇത് താഴേക്ക് നല്ല തമിഴ്നാട്ടിലേക്ക് ഈ വെള്ളം ചെന്ന് ചാടുന്നത് കൊണ്ട് ഈ വെള്ളച്ചാട്ടം ഇല്ലേ, ഈ വെള്ളം ഒഴുകി നേരെ ചെന്ന് താഴേക്ക് പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നല്ല അടിപൊളി നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതാ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇതാണ്. ഇതിനകത്തേക്ക് രാവിലെ 6 മണി മുതൽ നമുക്ക് വൈകുന്നേരം 7 മണി വരെയാണ് ഇതിനകത്ത് പെർമിഷൻ ഉള്ളത്. അപ്പോൾ ആ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് കണ്ടോ. ആ ബിൽഡിങ് ഒരു അടിയിലൊരു ഹാളും മേളിലൊരു ബാൽക്കണിയൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇല്ല, അവിടെ സംഭവമൊന്നുമില്ല. അതിനകത്തെ ആ ഹാള് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള കുറേ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് പെർ ഡേ 3500 രൂപ നമുക്ക് റെൻറ്റിന് അത് കിട്ടും. ഫംഗ്ഷനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ബാക്കി നമുക്ക് വേണ്ട ആൾക്കാരെ കൊണ്ടുവന്ന് സംവിധാനങ്ങളെല്ലാം ചെയ്യിച്ചാൽ മതി. നല്ല രസം ഇവിടെ കാണാനായിട്ട്. നമുക്കെല്ലാം ഒന്ന് കണ്ട് കറങ്ങി നോക്കിയാലോ. എങ്ങനെയുണ്ട് അമ്മ, ഇഷ്ടപ്പെട്ടോ? വ്യൂ പോയിന്റിലോട്ട് പോവാം അല്ലേ. എന്നാ നമുക്ക് വ്യൂ പോയിന്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതെ, ഇത് ഇടുക്കി ജില്ലയിലെ കുമളിക്ക് സമീപം ചെല്ലാർകോവിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ അതിനടുത്ത തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് കേട്ടോ, അരുവിക്കുഴി വാട്ടർഫോൾസ്. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് വന്നു. എവിടെ ചെന്നാലും തമിഴ്നാട് കാണാം. ഈ ഭാഗത്തെല്ലാം വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ വ്യൂ പോയിന്റാണ് കൂടുതൽ വരുന്നത്. ആ, നല്ല അടിപൊളി സീനറി അല്ലേ. എങ്ങനെയുണ്ട് കുഞ്ഞി? ഈ വാച്ച് ടവറിന്റെ മേളിൽ കയറി നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ താഴ്ഭാഗം എല്ലാം നല്ലപോലെ കാണാം. നമുക്ക് തിരിച്ച് കയറി പോകുമ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് പോകാം. അപ്പം നമുക്ക് വാട്ടർഫോൾസ് ഈ താഴ്വശം ഇതുണ്ട്. ഇത് അങ്ങോട്ട് താഴേക്ക് ഭയങ്കര കുഴിയാവണം. നമുക്ക് അവിടെ പോയി നിന്ന് കാണാം. അതുകൊണ്ടോ ഫോട്ടോ പോയിന്റ് ആ ഫ്രെയിം വെച്ചേക്കുന്നുണ്ടോ. അതിലേക്ക് ഒത്തിരി പേര് അതുകൊണ്ടോ അക്കരെയൊക്കെ പോയിട്ട് വരുന്നുണ്ടോ. എന്നാ ചെടിയാലാണോ ഉന്നം? നല്ല രസമുണ്ട് കേട്ടോ. വാ, നല്ല ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടുന്ന് താഴേക്ക് നമുക്ക് ഇറങ്ങി പോകത്തില്ല കേട്ടോ. ഇവിടുന്ന് താഴേക്ക് ഇവിടം വരെ കാണത്തുള്ളൂ. ഇത് കണ്ടോ ഇതൊരു ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇരുന്നാൽ ഫോട്ടോ എടുക്കാം, നല്ല ഫ്രെയിം കിട്ടും. സൂപ്പർ സീനറി അല്ലേ. ആ അതെ അതെ, അവിടെ നല്ല ഇതാ. ഫോട്ടോ എടുക്കാൻ വാ. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സ്ഥലമൊക്കെ? അടിപൊളി, സൂപ്പർ സീനല്ലേ. സൂപ്പറാ. ആ വിശപ്പിന്റെ ഒരു ചെറിയ ക്ഷീണം ഉണ്ടല്ലോ കുഞ്ഞിയുടെ മുഖത്ത് അല്ലേ. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ, ഈ താഴ്ഭാഗം മൊത്തം തമിഴ്നാടിന്റെ ഏരിയയാ. ഇതുണ്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഇത് പൊതുവഴിയല്ല, അകത്തേക്ക് കയറരുത്. അത് മാത്രമല്ല ഇവിടുന്ന് ഭയങ്കര കുഴിയാ താഴോട്ട്, അഗാധമായ കൊക്കയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ കാണാവുന്ന അത്രയും ഭാഗമേ ഉള്ളൂ നമുക്ക് കാണാവുന്നത്, ഇത്രേ കാണത്തുള്ളൂ. ഈ വെള്ളം ഒഴുകി താവടി ചാടുന്നത് കാണണമെങ്കിൽ ഇതിന് അങ്ങേപ്പുറത്ത് വേറൊരു മലയുണ്ട്. ആ മലയിൽ ചെന്ന് നിന്നാലേ ഇവിടുന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പോയാലോ? അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ നോക്കാം. ഇവിടെ എങ്ങനെയാന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. ഇത് നല്ല സൂപ്പർ സീനാ, അടിപൊളി സ്ഥലമാണ്. ഇത്ര നല്ലേ അടിപൊളി സ്ഥലങ്ങളൊക്കെ വീടിന്റെ അടുത്തല്ലായിരുന്നോ? കൊണ്ട കാണിക്കണ്ടായിരുന്നോ? അതിനല്ലേ കൊണ്ടുവന്നേ. ഞാൻ വഴക്കുണ്ടാക്കിയതുകൊണ്ടല്ലേ. ഇന്ന് വഴക്കുണ്ടാക്കിയതുകൊണ്ട് കടുവയെ കാണാൻ പറ്റി, ഈ വ്യൂ പോയിന്റ് കാണാൻ പറ്റിയില്ലേ. അതാണ്. നമുക്ക് അതിലേം കൂടെ ഒന്ന് കയറി നടന്നിട്ട് വരാം. അതിലെ അങ്ങോട്ട് പോയാലും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതുണ്ടോ, അത് ആ വഴി കണ്ടോ. വെള്ളത്തിൽ ചവിട്ടണോ? അതിനോട് നല്ല സീനല്ലേ. ഇതിലെ കയറി പോകത്തില്ല, ഒഴുകി പോവല്ലേ. അതെന്നാച്ചേ വെറുതെ വിളിച്ചാണോ കളിയാക്കാൻ? ഇവിടെ കൊണ്ട് വഴി തീർന്നു. ഇനി വേണം നമ്മള് കാല് നനച്ചു വേണം കയറിപ്പാൻ. ആണോ? വെള്ളത്തിൽ ഇറങ്ങിയാൽ തെന്നും പായലുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലെ മേളിൽ ചെന്നിട്ട് വേണമെങ്കിൽ അതിലെ ഒരു വഴിയുണ്ട്, അതിലേ കയറിപ്പോ. നല്ല അടിപൊളി സ്ഥലമാണ്. എന്നാ പറഞ്ഞാലും ഒന്ന് കാണേണ്ടതാ.
ആരെങ്കിലും ഒക്കെ കുമളിക്കൊക്കെ വരുവാണെങ്കിൽ കുമളി അടുത്താണ് ഈ ചെല്ലാർ കോവിൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വന്ന് ഈ അരുവിക്കുഴി ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവുകയാണെങ്കിൽ നല്ല. പക്ഷേ നമ്മളെ കളിപ്പീര പക്ഷേ ഇവൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് നേരത്തെ. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത്ര നാളായിട്ട് ഇത് കൊണ്ട് നമ്മളെ കാണിച്ചില്ല. ഇവിടെ ഈ ടവറിന്റെ മേളിൽ കയറി കഴിഞ്ഞിട്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ. താഴെ നോക്കിയാ അല്ലേ? എന്തേറെ ഭാഗത്തെ കാഴ്ചകളാണ്. അതെ 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 അതെ, നല്ല രസമുണ്ട്. തമിഴ്നാടിന്റെ എത്ര ടൗണുകളുണ്ട്. ആ എല്ലാം ഉണ്ട്. ആ ഭാഗം എല്ലാം നല്ല രസമാണ്. താഴേക്ക് ഈ ഒഴുകുന്ന വെള്ളമില്ലേ, ഇത് കേരളത്തിൽ നിന്നുള്ള വെള്ളത്തിന്റെ ചാലുകളെല്ലാം തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത്. മുല്ലപ്പെരിയാറ്റിലെ വെള്ളമാണ് താഴെ ആറ്റിക്കൂടെ പോകുന്നുണ്ടോ, വലിയ ഒത്തിരി കണ്ടോ കണ്ടോ, ആ താഴെ വലിയ കനാല് പോലൊക്കെ കണ്ടോ. ഞാൻ ഓർത്ത് ഈ വെള്ളം ഒഴുകി ചെല്ലുന്നതായിരിക്കും അതിലെ ആറ് പോലെ. ഇതും താഴേക്ക് തന്നെയാണ് പോകുന്നത്. ഇതെല്ലാം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. എല്ലാം കൃഷിക്ക് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അവര്. നമുക്കിത് ആ അക്കരെ കണ്ടോ, കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അത് കണ്ടോ, അവിടെയും കൂടെ ഒന്ന് കയറി പോയി നോക്കിയിട്ട് വരാം. ആ കണ്ടോ കണ്ടോ, ആ ഭാഗത്തൂടെ അവിടെ നല്ലൊരു വ്യൂ പോയിന്റ്, അവിടെയും കൂടെ ഒന്ന് പോയിട്ട് പോകാം. പോയി നോക്കാം. എന്നാ പോവാം കുഞ്ഞിക്ക് ആകെപ്പാടെ ഫുഡ് കഴിക്കാത്തതിന്റെ ഒരു ക്ഷീണമുണ്ട്. നമ്മൾ അവിടെ ചെല്ലണമെങ്കിൽ ഉണ്ടല്ലോ, ഇതിലെ ഇങ്ങനെ കറങ്ങി അക്കരെ വഴി ചെന്ന് അതിലെ കറങ്ങി വേണം അവിടെ ചെല്ലാൻ. മഴ പെയ്യുമോ? മഴ പെയ്യാനുള്ള ചാൻസ് ഒന്നും ഇല്ല. പോയി നോക്കാം ബാ. കുഞ്ഞ് ഏതായാലും കിട്ടിയ സമയത്തിന് വന്ന വഴിയെ ഒരു ഊഞ്ഞാല് കിട്ടിയതേ കയറി ആടുന്നുണ്ട്. അതെ, നല്ലൊരു ആർച്ച് പാലമാണ് ഈ തോടിന് കുറുകെ. അവിടെ നിന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. ഇതിലൂടെ വന്നപ്പോഴല്ലേ ഇത് അല്ലേ, കാണത്തേ ഇല്ല അവിടെ നിന്നായത്. ഇതിന്റെ കുറുകെ ഉള്ള ഒരു പാലമാണ് ഇത്. ഇങ്ങനെ ക്രോസ് ചെയ്താ വരുന്നത് ചെറിയ പാലം. നീ വാ. മേളിലോട്ടൊക്കെ എന്തൊക്കെയോ പണിയുന്നുണ്ടേ. ഇവിടെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ, വേറെയാ. ആണോ? ഇത് ടൂറിസം കൗൺസിലിന്റെ, അത് വേറെ ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അത് നല്ല സെറ്റ് ആയിട്ട് അവരും പണിയുന്നത്. റിസോർട്ടും അല്ലായിരിക്കും പണിയുന്നത്. റിസോർട്ടൊക്കെ പോലെ. ഇവിടെ എല്ലാം നല്ല പുൽമെത്തയാക്കിയിട്ടുണ്ടോ, പുൽമേട് പോലെ. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമേ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്ന് ഇങ്ങനെ നേരെ താഴോട്ട് പോയിട്ട് നേരെ തമിഴ്നാട്ടിലേക്ക് പോയി വീഴുവാ. പക്ഷെ ഈ സമയത്ത് ഇത്രയും വെള്ളം ഉണ്ടല്ലോ ഇവിടെ. ഇതിപ്പോ ഈയിടെ മഴ പെയ്തതിന്റെ നിൽക്കുന്ന ഒരു സാധനം കണ്ടോ കുഞ്ഞി, കണ്ടോ? അതെ 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 അത് കണ്ടോ? പണ്ട് ഈ തലയല്ല, തഴപ്പായെന്ന് പറയും. തഴപ്പ കൊള്ളാലോ. ഇത് കൊള്ളാലോ. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. വിശ്രമിക്കുന്നോ? എന്നാ ശകലം നേരം വേണം വിശ്രമിച്ചോ. കുഞ്ഞി ചോറൊക്കെ കൊണ്ടുവന്നാ പോരായിരുന്നോ? അച്ചമ്മച്ചി വിശന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്, ചെറുപ്പക്കാരി. കുഞ്ഞിയുടെ എനർജി എല്ലാം പോയി കേട്ടോ, പോയി. ഞാൻ പറഞ്ഞേ രാവിലെ ചോറ് എടുത്തോണ്ട് പോരാന്ന്. അതിനിപ്പോ നമുക്ക് ഏതായാലും ഇവിടെയും കൂടെ കേറിയിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതിന്റെ വ്യൂ ഉണ്ടല്ലോ, വ്യൂ കിട്ടണമെങ്കിൽ അത് കണ്ടോ, അങ്ങേ അപ്പുറത്തെ ആ മല കണ്ടോ, കണ്ടോ? ആ പാറ കണ്ടോ, കണ്ടോ? ആ പാറയുടെ മേളിൽ അതിലെ വരാൻ വഴിയുണ്ട്. അവിടെ വരുവാണെങ്കിൽ ഈ കറക്റ്റ് ഈ വെള്ളച്ചാട്ടം കറക്റ്റ് താഴെ നമുക്ക് അവിടെ നിന്ന് അക്കരെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഈ എൻഡ് വരെ കണ്ട് ഇവിടം വരെ ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. ആ മലയുടെ മേളിൽ പോയി നിന്നാലേ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തുള്ളൂ ശരിക്കും. നോക്കി ഇറങ്ങി വരണം കേട്ടോ, നോക്കി പതുക്കെ പതുക്കെ ഇറങ്ങി വരണേ. പയ്യെ ഇറങ്ങി വരണം കേട്ടോ. 4x4 ഒന്നും ഇല്ല. അതൊക്കെ ഇറങ്ങി പോരെ. ഈ വഴി ഉണ്ടല്ലോ കുഞ്ഞി, ഈ വഴി അങ്ങോട്ട് ചെല്ലുന്നത് എനിക്ക് തോന്നുന്നത് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്നാ തോന്നുന്നത് കേട്ടോ, ആ മലയിൽ പോകാതെ തന്നെ. ഇത് ഈ വഴിയെ പോയാലേ എനിക്ക് തോന്നുന്നത് ആ വെള്ളച്ചാട്ടം കാണാന്നാ തോന്നുന്നത് കേട്ടോ. കാണാവോ? കാണാന്നാ തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. അല്ല താഴോട്ടുണ്ടോ, എന്നാ കുഴിയല്ലേ. അച്ചമ്മച്ചി പറഞ്ഞു ഇവിടെ നിന്ന് ഉരുണ്ടാ മതി താഴെ. തമിഴ്നാട്ടിൽ ഭയങ്കര താഴ്ചയാ, ഭയങ്കര കുഴിയാ താഴോട്ട്. ഇത്രയും വലിയ വനമാ, പിന്നെ എങ്ങനെ കടുവയൊക്കെ ഇല്ലാതിരിക്കും അല്ലേ? ശരിയാ. ഇത് നമ്മൾ അക്കരെ മല പോകാതെ തന്നെ ഇവിടുന്ന് കാണാൻ കേട്ടെന്ന് തോന്നുന്നു കേട്ടോ. പോയി നോക്കാവേ, വരൂ. ഒറ്റയടിപ്പാതയിലൂടെ പോയി നോക്കാം, വരൂ. എടാ മോനെ, ഇത് വ്യൂ ആടാ, സൂപ്പറായിട്ട് കാണാം കേട്ടോ.
സുഭാഷേ കണ്ടോ എങ്ങനെയുണ്ട്? ഈ നേരെ കുത്തനെയാ. ഇടിഞ്ഞിടിഞ്ഞ് വീണ ഇത് നല്ല അടിപൊളി വ്യൂ ആ കേട്ടോ. പക്ഷെ ഇതിന്റെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ പാറയിൽ തന്നെ ചെല്ലണം. അക്കരെ പോയാലേ ഇത് ഫുൾ വ്യൂ കിട്ടത്തുള്ളൂ. ആ ഇപ്പൊ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരെ ഈ ഇങ്ങനെ താഴോട്ട് വീഴുന്നത് മാത്രം കാണാം. കാണാവോ? ഇവിടം വരെ കാണാം, ഇവിടം വരെ. പക്ഷെ അതിന് താഴോട്ട് ഭയങ്കര കുഴിയാ, അങ്ങോട്ട് പോകത്തില്ല. അവിടെയൊന്നും പോകാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇവിടെ നിന്നിട്ട് ഇത്രയും ഭാഗം ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ഈ വീഴുന്നില്ലേ, ഇത്രയും വരെ നമുക്ക് കാണാം. ശരിക്കും ഉണ്ടല്ലോ, ഇത് നല്ലപോലെ കാണണമെങ്കിൽ ഇതേ ആ നിൽക്കുന്ന പാറ ചെല്ലാം. കണ്ടോ, ആ പാറയുടെ മേളിൽ ആളുണ്ട് കണ്ടോ. ഇങ്ങോട്ട് കിട്ടിയാലേ ഈ കറക്റ്റായിട്ടുള്ള, നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ആൾക്കാർ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കണ്ടോ. അത് എന്നോ ദൂരമല്ലേ. അവിടെ നോക്കിയാലേ ഇതിന്റെ കറക്റ്റ് വ്യൂ കിട്ടത്തുള്ളൂ. താഴെ ചെല്ലുന്നിടം വരെ കാണാതിരിക്കും വെള്ളം. അതെ അതെ അതെ, ഏറ്റവും താഴെ പോയി വീഴുന്നത് കാണാം. അത് കാണാനായിട്ട് അത് കണ്ടോ, അവിടെ ആള് പോയി നിൽപ്പുണ്ട് കണ്ടോ. താഴെ ആ കാണുന്ന കണ്ടോ, ഇഷ്ടം പോലെ പിന്നെ തമിഴ്നാട്ടിലെ കൃഷി സ്ഥലങ്ങൾ കണ്ടോ. എന്തേരം സ്ഥലങ്ങളാണ് താഴെ കാണുന്നത്. ഒരു കാര്യം ചെയ്താലോ, അവിടെയാണ് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. മുല്ലപ്പെരിയാറ്റിലെ വെള്ളമൊക്കെ കിട്ടും. ഒരു 2 ഏക്കർ തെങ്ങും തോട്ടവും കുറച്ച് കാലി സ്ഥലം കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്താലോ. അതെ, നല്ല രസമല്ലേ. വിലക്കുറവായിരിക്കും അവിടെയൊക്കെ. ഭയങ്കര വിലയാ. അല്ല വിലയല്ല, സ്ഥലത്തിന് വിലയൊക്കെ കാണും. അതല്ല ഞാൻ പറഞ്ഞതേ, കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടോന്നാ ചോദിച്ചത്. കുറെ തെങ്ങും സെറ്റായിട്ട് ചെയ്തേക്കാം. നമ്മളേതായാലും ഇടയ്ക്കിടയ്ക്ക് ആഴ്ച 2 ദിവസമായാലും തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ അവിടെ അല്ലേ കുഞ്ഞി ഒരു വീടും കൂടെ വേണം. പിന്നെ അവിടെ പാട്ടം കിട്ടുമെന്ന് ചോദിക്കാം അല്ലേ, സ്ഥലം. എന്നാലും മതി. തെങ്ങും തോപ്പ്. ഞാൻ നല്ല കിട്ടിയ ഒരാദായേ ഉള്ളൂ. അത് സാരമില്ല. പക്ഷെ നല്ല ആംബിയൻസ് അല്ലേ അതിന്റെ നടുക്കുള്ള വീട്. നമുക്ക് അണ്ണനോട് പറയാം അല്ലേ. നമ്മൾ അവിടെ പോയാലും ഒരു ദിവസം പോയപ്പോ തിന്നില്ലായിരുന്നു. ചോറിനാൻ കയറി തെങ്ങും തോപ്പില്. അപ്പൊ നല്ല രസമല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അണ്ണനോട് പറയാം അവിടെ വല്ല സ്ഥലമൊക്കെ പാട്ടന്ന് കിട്ടുമെന്ന് ചോദിക്കാം അല്ലേ. ഒരേക്കർ മുന്തിരിത്തോട്ടം കൂടെ അങ്ങനെ വാങ്ങിച്ചേക്കാം. പാട്ടം കിട്ടുന്നത് അല്ലേ. അതെ അതെ അതെ. ഇന്ന് കൊറേ പ്രകൃതി ഭംഗികളും കൊറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പോന്ന വഴിയേ കൊച്ചറേന്ന് എനിക്ക് എല്ലാം കഴിക്കാൻ വാങ്ങിച്ചു തരണം ഹോട്ടലിൽ നിന്ന്. എനിക്ക് വിശന്നിട്ട് വയ്യ. നിനക്ക് ഇന്ന് പോകുമ്പോ അവിടെ കട ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചു തന്നേക്കാം കേട്ടോ. അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.